നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ നിലവിലത്തെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ചോദ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സാക്റ്റ് ആൻസർ കീ വെച്ച് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അലിഗിരി നായിഡു എന്ന് പറയുന്നതാണ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി അച്യുത സമന്തയാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. ആറാമത്തെ ചോദ്യത്തിൻ്റേതും. അടുത്ത ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം. അടുത്ത എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എട്ടാമത്തെ ചോദ്യം. അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ്. ഒൻപതാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒൻപതാമത്തെ ചോദ്യത്തിന് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത പത്താമത്തെ ചോദ്യത്തിന് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് തന്നെ പോവുക. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. 11ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആഗ്നേയ ശിലകളാണ്. 12ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 13ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം. അടുത്ത 14ാമത്തെയാണ്, ശ്രദ്ധിക്കുക. 14ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 14ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം. 15ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 15ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 16ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 17ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 17ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം. 18ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം നോക്കാം നമുക്ക്. 18ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 18ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം. 19ാമത്തെ ചോദ്യം, ഇത് നമ്മൾ ആ സമയത്ത് മിസ്റ്റേക്ക് ഒരു ഡൗട്ട് പറഞ്ഞ ക്വസ്റ്റ്യനാണ് ഈ 19ാമത്തെ ചോദ്യം. 19ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 19ാമത്തെ ചോദ്യം. അടുത്ത 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 21 ഓപ്ഷൻ എ തന്നെയാണ്. അടുത്ത 22ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ സി ആണ്. 22ാമത്തെ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നതാണ് നമ്മുടെ 22ാമത്തെ ശരിയുത്തരം. അടുത്ത 23ാമത്തെ നമുക്ക് നോക്കാം. 23ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 24ാമത്തത് ഓപ്ഷൻ ഡി ആണ്. 24ാമത്തെ ചോദ്യം. 25ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നതാണ് 25ാമത്തെ ചോദ്യം. അടുത്ത 26ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 26ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 26ാമത്തെ ചോദ്യം. അടുത്ത 27ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 28ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്. 28. അടുത്ത 29ാമത്തെ ചോദ്യമാണ്. 29ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. 29ാമത്തെ ചോദ്യം. അടുത്ത 30ാമത്തെ ചോദ്യമാണ്, നമുക്ക് നോക്കാം. 30ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 30ാമത്തെ ചോദ്യം. അടുത്ത 31ാമത്തെ ചോദ്യം. 31ാമത്തെ ചോദ്യം ചെസ്സാണ്. നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ, ഗ്യാംബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 31 ഓപ്ഷൻ ബി ആണ്. 31. അടുത്ത 32ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം ഓപ്ഷൻ ഡി ഇടമറുക് എന്ന് പറയുന്നതാണ് നമ്മുടെ 32ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം. അടുത്ത 33 ആണ് നമുക്ക് നോക്കേണ്ടത്. 33ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പാണ്ടക്കരടി എന്ന് പറയുന്നതാണ്. 34ാമത്തെ ചോദ്യമാണെങ്കിൽ അത് നാലുകെട്ടാണ്. 35 ആണെങ്കിൽ അത് ജക്കാർത്തയാണ് അല്ലേ. 35 സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ 2018 ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന ജക്കാർത്തയിലാണ്. അടുത്ത 36ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 36ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്, അനന്തരം. 37 നമുക്ക് നോക്കാം, ചിദംബരമാണ് അല്ലേ. ഓപ്ഷൻ 37 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത 38 ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അഷ്ടമുടി എന്ന് പറയുന്ന 38 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 39ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 39 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 40 നമുക്ക് നോക്കാം. 40 ഓപ്ഷൻ ഡി ആണ്. 40 ഓപ്ഷൻ ഡി ആണ്. 41 ഓപ്ഷൻ എ ആണ്. 41 ഓപ്ഷൻ എ ആണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് 42 ആണ്. 42ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ സി ആണ്. 42ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. ശ്രദ്ധിക്കുക, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നാണ്. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ ഡിവൈസ് ഡ്രൈവർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ ആൻസർ കീയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 43ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഗേറ്റ് വേ ആണ് കേട്ടോ, ബ്രിഡ്ജ് അല്ല, ഗേറ്റ് വേ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 44ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 44 ഓപ്ഷൻ എ ആണ്. 45 ഓപ്ഷൻ ഡി. 2000-ലാണ് ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വരുന്നത്. 2000-ലാണ്. 46 ആണെങ്കിൽ ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. കാര്യം എക്കണോമിക്സിനാണ് അല്ലേ. എക്കണോമിക്സിനാണ് അമർത്യ സെന്നിന് കിട്ടുന്നത്. 47ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 47 ഹൈദരാബാദ്. 48 ആദ്യത്തെ ആണവ നിലയം, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം, അത് മഹാരാഷ്ട്രയിലാണ്.
49ാമത്തെ ചോദ്യമാണെങ്കിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലേ, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 50ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ സി ആണ്, 6 എണ്ണമാണ് അല്ലേ. ഇന്ത്യയിലെ പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്കടുത്ത് ഇനി മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമുക്കിനി നോക്കേണ്ടത്. അതിൽ 51ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 51 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 52ലേക്ക് നോക്കാം. ഓക്കെ, 52ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. 53ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 54ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ സി ആണ് 54ാമത്തെ ചോദ്യം. അടുത്ത് 55ആണ്. 55ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 55ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 56 ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 56ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 57ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് 57ാമത്തെ ചോദ്യം. 58ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 59 ആണെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ് 59. 60ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നമുക്ക് നോക്കാം, ഓപ്ഷൻ ഡി ആണ്. 60ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 61ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമാണെങ്കിൽ അത് ഓപ്ഷൻ സി ആണ്. 61ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 62 ഓപ്ഷൻ എ ആണ്. 63 ഓപ്ഷൻ ബി ആണ്. അടുത്ത 64ആണ്. 64ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 64. 65 ഓപ്ഷൻ സി ആണ്. 66 ഓപ്ഷൻ എ ആണ് കേട്ടോ. 66ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കുക. 66ാമത്തത് ഓപ്ഷൻ എ ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് 67 അല്ലേ, അടുത്ത തന്നെ 67ാമത്തെ ചോദ്യമല്ലേ നമുക്കിനി. ഓക്കെ, 67ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. 68ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 69ആണ്. 69ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 69ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി, മരുമകൻ എന്ന് പറയുന്നതാണ്, മരുമകൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത 70ാമത്തെ ചോദ്യമാണെങ്കിൽ അത് ഓപ്ഷൻ സി ആണ്. 70ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 71 ഇനി നമുക്ക് ഇംഗ്ലീഷും മലയാളമാണുള്ളത്. അതിൽ 71 ആണെങ്കിൽ ഓപ്ഷൻ ബി എനഫ് എന്ന് പറയുന്നതാണ്. 72 ആണെങ്കിൽ ഓപ്ഷൻ സി ആണ്. 73 ആണെങ്കിൽ അത് ഓപ്ഷൻ എ ആണ്. അടുത്ത 74ആണ്. 74ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് 74. 75ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 76ആണ് നമുക്ക് നോക്കാം. 76ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ, R/U ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത 77ാമത്തെ ചോദ്യമാണ്. 77 ഓപ്ഷൻ എ തന്നെയാണ്. അടുത്ത 78ആണ്. 78ഉം ഓപ്ഷൻ എ തന്നെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 79 അല്ലേ, 79 ഓപ്ഷൻ ഡി ആണ്, വില്ലാണ് വരേണ്ടത്. അടുത്ത 80ാമത്തെ ചോദ്യമാണ്. 80ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 81ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 82 ഓപ്ഷൻ ബി ആണ്. അടുത്ത 83ആണ്. 83ഉം ഓപ്ഷൻ ബി തന്നെയാണ്. 84 നമുക്ക് നോക്കാം. 84 ഓപ്ഷൻ എ ആണ്. അടുത്ത 85ആണ്. 85ഉം ഓപ്ഷൻ എ തന്നെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 86ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരവും ഓപ്ഷൻ എ തന്നെയാണ്. 86ാമത്തെ ചോദ്യവും. 87ാമത്തെ നമുക്ക് നോക്കാം. 87ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരവും ഓപ്ഷൻ എ തന്നെയാണ്. അതുപോലെ തന്നെ 88ാമത്തെ ചോദ്യമാണ്. 87 ഓപ്ഷൻ എ ആയിട്ട് വരുന്നത്. 87 ഓപ്ഷൻ എ ആണ്. അതേസമയം 88 ആണെങ്കിൽ അത് ഓപ്ഷൻ ഡി ആണ്. 88 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 89ആണ്. 89ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 89. 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരവും ഓപ്ഷൻ ബി തന്നെയാണ്. 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. അടുത്ത 91ആണ്. മലയാളമാണ് നമുക്കിനി നോക്കേണ്ടത്. 91 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 92 ഓപ്ഷൻ ബി ആണ്. 93 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത 94 ഓപ്ഷൻ ബി ആണ്. 94ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 95ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 96 ഓപ്ഷൻ എ. 97 ഓപ്ഷൻ എ. അടുത്ത 98ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 99 ഓപ്ഷൻ ബി ആണ് അല്ലേ, 99 ഓപ്ഷൻ ബി ആണ്. 100ാമത്തെയും ഓപ്ഷൻ ബി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മളെ 100 ചോദ്യങ്ങൾ, നമ്മൾ ഡിഗ്രി പ്രിലിംസ് തേർഡ് ഫേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. എന്തായാലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കുറച്ച് സംശയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.